നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഭർത്താവിന്റെ ആഡംബര കാർ മോഷ്ടിച്ചു. കുവൈത്തിൽ യുവതിക്ക് സംഭവിച്ചത് നമുക്കറിയാം. മലയാളത്തിലെ പല സിനിമകളിലും സമാനമായ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു അലമാര സിനിമ, അതിലൊരു അലമാരയാണ് കേന്ദ്ര കഥാപാത്രം. അത് ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങളാണ് പ്രമേയമാക്കിയതെങ്കിൽ ഇവിടെ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഒരു ആഡംബര കാർ. ഒടുവിൽ ആ കാർ ഭാര്യ മോഷ്ടിക്കുന്നു. പിന്നീട് യുവതിക്ക് സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് പ്രവാസ ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം. ഭർത്താവിന്റെ ആഡംബര കാർ മോഷ്ടിച്ചെന്ന കേസിൽ വിചാരണ നേരിട്ട ഭാര്യയെ ഒടുവിൽ കോടതി വെറുതെ വിട്ടു. കുവൈറ്റിലാണ് ഭാര്യ കാർ മോഷ്ടിച്ചുവെന്നും വിശ്വാസവഞ്ചന കാണിച്ചെന്നും ആരോപിച്ച് ഭർത്താവ് കോടതിയെ സമീപിച്ചത്. വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാർ മോഷ്ടിക്കുകയും തുടർന്ന് ആവശ്യപ്പെട്ടിട്ടും അത് തിരികെ നൽകിയില്ലെന്നും കോടതിയിൽ നൽകിയ ഹർജിയിൽ ഭർത്താവ് ആരോപിച്ചിരുന്നു. തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ കുറച്ചു നാളായി പ്രശ്നങ്ങളുണ്ടെന്നും ഇതിന്റെ ഭാഗമായാണ് ഭാര്യ കാർ വീട്ടിൽ നിന്നും കൊണ്ടുപോയതെന്നും ഭർത്താവ് പറയുന്നുണ്ട്. കേസിന്റെ വിചാരണ വേളയിൽ ഭർത്താവിന്റെ ആരോപണം യുവതി തള്ളിക്കളഞ്ഞു. കാർ തിരികെ നൽകാൻ ഭർത്താവ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അത് തിരികെ കൊടുക്കാൻ താൻ തയ്യാറാണെന്നും ഭാര്യ കോടതിയെ അറിയിച്ചു. ഇതോടെയാണ് യുവതി കുറ്റക്കാരിയല്ലെന്ന് കോടതി വിധിച്ചത്. സംഭവത്തിൽ പ്രോസിക്യൂട്ടറുടെ റിപ്പോർട്ടും യുവതിക്ക് അനുകൂലമായിരുന്നു. എന്നാൽ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ഹർജിക്കാരന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കാർ തിരികെ വേണമെന്നും നഷ്ടപരിഹാരം ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യുവാവ് കോടതിയെ സമീപിച്ചത്. ഏതായാലും ഈ ശീതസമരം അടുത്തെങ്ങും അവസാനിച്ചില്ലെങ്കിലും പ്രവാസ ലോകത്ത് ഈയൊരു വാർത്ത വലിയ കൗതുകം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വരച്ചേർച്ചയുടെ ഭാഗമായി കാർ മോഷ്ടിച്ചു എന്ന ആരോപണം, പിന്നീട് അത് കോടതിയിലെത്തുന്നു. നിയമ നടപടികൾക്കൊടുവിൽ സത്യസന്ധത മനസ്സിലാക്കുന്നു. കോടതി യുവതിയെ വിട്ടയക്കുന്നു. അതേസമയം യുവാവ് കോംപ്രമൈസിന് തയ്യാറല്ല. വീണ്ടും നിലപാടുമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അഭിഭാഷകർ അറിയിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില സിനിമകളിൽ അലമാരയും കാറും ഒക്കെയാണ് പ്രമേയമായി വരാറുള്ളത്. ഭാര്യ ഭർത്താവ് വഴക്കിനുമിടയിൽ അലമാരയും കാറും ഒക്കെ പ്രമേയമാകുന്നുണ്ടെങ്കിൽ ഇവിടെ യഥാർത്ഥ ജീവിതത്തിലും കാർ തന്നെയാണ് വില്ലനായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.